തത്തമ്മേ മൈനമ്മേ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ പോവാ അല്ലേ? ബൈ പറഞ്ഞു ചാച്ചായിക്കും അമ്മായിക്കും യാമിക്കും. ഹായ് ഓൾ, ഞങ്ങളിന്ന് പോകുന്ന ഗ്യാറ്റ്ലൻബർഗിലേക്കാണ്. ഗ്യാറ്റ്ലൻബർഗിലേക്ക് ഇവിടുന്ന് 4 hours ഉണ്ട്. സ്മോക്കി മൗണ്ടനിലാണ് ഈ ഗ്യാറ്റ്ലൻബർഗ്. ഫോണിലെ സമയമൊക്കെ ആകുമ്പോൾ നല്ല രസമാണ് ഇവിടെ കാണാനാന്ന്. പോകുന്ന വഴി ഞങ്ങൾ എൽക്കിനെയൊക്കെ കണ്ടു. അങ്ങനെ പിള്ളേർ ആ വ്യൂ ഒക്കെ നല്ലപോലെ എൻജോയ് ചെയ്തു. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. റോഡിലേക്ക് ഇറങ്ങി ഞങ്ങൾക്ക് എല്ലാവരും ഒത്തിരി പാസഞ്ചേഴ്സൊക്കെ അവിടെ സ്റ്റോപ്പായി ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോളിൻ്റെ ടൈം ആകുമ്പോഴത്തേന് ഈ ട്രീസൊക്കെ പല കളറായി നല്ല രസമാണ് കേട്ടോ. ഞങ്ങളെല്ലാ ഫോളിനും തന്നെ ഇവിടെ വരാറുണ്ട്. കാരണം ആ ഒരു വ്യൂ എന്ന് പറയുമ്പോൾ നല്ല രസമല്ലേ. നമ്മൾ സ്മോക്കി മൗണ്ടൻ ഇങ്ങനെ കറങ്ങി മോളിൽ ചെന്നപ്പോഴത്തേന് കാണുന്നത് ഫുള്ള് സ്നോ വീണ് കിടക്കുമായിരുന്നെന്ന്. അങ്ങനെ ഞങ്ങൾ ആ സ്നോയൊക്കെ കണ്ട് ഞങ്ങൾ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ വിൻ്റർ ഔട്ട്ഫിറ്റ്സ് ഒന്നും എടുത്തിട്ടില്ല. ഫുള്ള് സമ്മറിനെ പറ്റിയ ഔട്ട്ഫിറ്റ്സൊക്കെയാണ് എടുത്തതെന്ന് അപ്പോഴാണ് ഞങ്ങൾക്ക് നല്ല ഓർമ്മ വന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇതൊക്കെ ആരോഗ്യം സങ്കടപ്പെട്ട് അങ്ങനെ ചെന്നു. അങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ ഇങ്ങനെ മലയുടെ മുകളിലൊക്കെ ഒത്തിരി വീടുകളൊക്കെ പണിത് വെച്ചേക്കുന്നത് നമുക്ക് കാണാം. എല്ലാം Airbnb ഒക്കെ കൊടുക്കാനുള്ള വീടാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഒത്തിരി പേര് ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ടുണ്ട്. ഞങ്ങളിങ്ങനെ പോകുന്ന വഴി ഇങ്ങനെ മെക്കാനിക് സ്പോട്ടായിട്ട് ഇങ്ങനെ എയറോപ്ലെയിനൊക്കെ പൊളിച്ചിട്ടേക്കുന്നത് കണ്ട് അങ്ങനെ ഫൈനലി ഞങ്ങൾ വീട്ടിലോട്ട് എത്തുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഒത്തിരി പേര് കൂടിയാണ് ഈ വീട് ബുക്ക് ചെയ്തത്. അതായത് ഒത്തിരി കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ള പേരൻസും. അങ്ങനെ ഞങ്ങളതൊരു എൻജോയ് ചെയ്യാൻ ഫൺ മൊമെൻ്റ് ആക്കാൻ വേണ്ടി എല്ലാവർക്കും സിംഗിളായിട്ട് റൂംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 12 ഫാമിലീസ് എടുത്തുണ്ടായിരുന്നു. റൂംസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാമാണ് ഞങ്ങളുടെ ഫ്രണ്ട്സാണ് അതൊക്കെ. വീടിനെ കുറിച്ച് പറയുവാണെങ്കിൽ നല്ല എക്സ്പാൻഡഡ് ആയ വീടായിരുന്നു കേട്ടോ. അവിടെ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ജക്യൂസി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നുള്ള വ്യൂ നല്ലതായിരുന്നു. നല്ല മൗണ്ടെയിൻ വ്യൂ ആയിരുന്നു. പിന്നെ അവിടുത്തെ ബാർബിക്യൂ സ്പേസ് ആണ്. അവിടെ നിന്ന് ബാർബിക്യൂ ചെയ്ത് കഴിക്കാനും ഒക്കെ ഉള്ള ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നടന്നു പോകുമ്പോഴത്തേന് ഇതൊരു വേറൊരു ബിൽഡിംഗ് പോലെ സെപ്പറേറ്റ് ആണ് കാണുന്നത്. അവിടെയുള്ളത് ഒരു പൂളാണ്, സ്വിമ്മിങ് പൂൾ. അത് നല്ല കിഡ്സ് ഫ്രണ്ട്ലി പൂളായിരുന്നു കേട്ടോ. 4 feet ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് അവിടെ ഒരു പാർട്ടി ഹാൾ പോലെ നല്ല ഒത്തിരി സ്പേഷ്യസ് ആയ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബാൽക്കണി ഏരിയ. ഇനി ഇവിടെ നിന്ന് നേരെ കയറുമ്പോൾ വലിയ ഗെയിം റൂമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കയറി ഗെയിം റൂമൊക്കെ കണ്ടപ്പോഴത്തേക്കും തത്തമ്മയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയി. അവിടെ പൂളൊക്കെ ഉണ്ടായിരുന്നു. പൂൾ ടേബിളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കളിക്കേണ്ടവർ അത് കളിക്കുന്നു. പിന്നെ ഒത്തിരി ബങ്ക് ബെഡ്സും കാര്യങ്ങളൊക്കെ ഒത്തിരി റൂമൊക്കെ ഉണ്ട്. ഇവിടെ ബെഞ്ച് ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുവാണ്. ഒരാൾ അവിടെ നിന്ന് പിൻബോൾ കളിക്കുന്നു. അങ്ങനെ പിള്ളേരെല്ലാം ഇരുന്ന് കളിക്കുന്നതൊക്കെ കണ്ടപ്പോൾ തന്നെ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ ഈ ഫസ്റ്റ് ഫ്ലോർ മുഴുവൻ അങ്ങനെ ബെഡ്റൂംസും പിന്നെ ഗെയിംസും ആയിരുന്നു. പിന്നെ പ്ലേ സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേർ വന്ന് പൂള് കണ്ടപ്പോൾ പിന്നെ പൊളിച്ചാണെന്ന് പറഞ്ഞ് ബേളം ഉണ്ടാക്കി. അങ്ങനെ പൂളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ വെളിയിൽ നിന്ന് ഇന്ത്യൻ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രാത്രിയിൽ ഫുള്ള് ഗെയിംസ് ആയിരുന്നു. കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുൾ ഫണ്ണായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ കുറേ നേരമൊക്കെ ചീട്ടൊക്കെ കളിച്ച് വെളുപ്പിന് 4 മണി ആയപ്പോഴാണ് എല്ലാവരും കിടന്നുറങ്ങിയത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഫണ്ണായിരുന്നു കേട്ടോ. പിള്ളേർക്കാണെങ്കിലും നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ റെഡിയായി ഡക്കി ഡ്രസ്സൊക്കെ ഇട്ട്, അവർക്ക് ഡക്കി ഡ്രസ്സൊക്കെ ഇടുന്ന് പറഞ്ഞുകൊണ്ട് ഞാനും പിള്ളേരും ഡക്കിയുടെ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ പോവുക കേട്ടോ. പിള്ളേർക്ക് ഹോഴ്സി റൈഡ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു വലിയ ഫാം പോലെ സൂ പോലെയുണ്ട്. അപ്പോൾ അവിടേക്ക് പോണി റൈഡ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതിനെ കണ്ടപ്പോഴത്തേന്. അങ്ങനെ ഫൈനലി ഒരു വലിയ ക്യൂ ഒക്കെ നിന്നതിന് ശേഷം ഞങ്ങൾ തത്തമ്മേനെയും മൈനേനെയും പോണിയിലേക്ക് ഇട്ടു. ആദ്യം അവർക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അവർ ഹാപ്പി ആയി കേട്ടോ അതിൻ്റെ പുറത്ത് കയറിയപ്പോഴത്തേന്. അങ്ങനെ മൈനമ്മയ്ക്ക് ഹെൽമെറ്റൊന്നും വേണ്ടാന്ന് പറഞ്ഞ അവൾ വേണമായിരുന്നു. അങ്ങനെ തത്തമ്മ ഹെൽമെറ്റൊക്കെ വെച്ച് പ്രൊഫഷണലായിട്ട് വരുവാണ്. ഡാഡയാണ് തത്തമ്മേനെ കൊണ്ടുപോയത്. അവളുടെ പോണി വൈറ്റാന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. വൈറ്റ് പോണിയെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇത് അടുത്തതായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയത് റിവർ റാഫ്റ്റിങ്ങിനാണ്. അത് ഓൺ ദി സ്പോട്ട് എടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ, റിവർ റാഫ്റ്റിങ്ങിന് പോകാമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ റാഫ്റ്റിങ്ങിനൊക്കെ പോയി. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ തീരുമാനമെടുത്ത് ഇടയ്ക്കൊക്കെ റിവർ റാഫ്റ്റിംഗ് ചെയ്യണമെന്നുള്ളത്. കുറേ ഗെയിംസും കാര്യങ്ങളും വീണ്ടും ഉണ്ടായിരുന്നു വൈകിട്ട്. അങ്ങനെ പിള്ളേരൊക്കെ അവരുടേതായ സ്ഥലത്ത് കളിയും ബഹളമൊക്കെ ആയിട്ട് പിന്നെ അന്താക്ഷരിയും പിന്നെ കുറേ ഡബ് സ്മാഷും എല്ലാം ഞങ്ങൾ കളിച്ചു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ വീണ്ടും റെഡിയായി. രാവിലെ ഒരു വീഡിയോ ഒക്കെ എടുത്തു എല്ലാവരെയും കൊണ്ട്. അങ്ങനെ മെക്സിക്കണിൽ കയറി കഴിക്കാനൊക്കെ കയറി. ഞാനും തത്തമ്മയും മൈനമ്മയും ഡാഡയും കൂടെ പോയിരുന്ന വഴി ഞങ്ങൾ കഴിക്കാനൊക്കെ കയറി തിരിച്ച് വന്നു.
അങ്ങനെ ഒരു ഫൺ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ തത്തമ്മയും എൻ്റെ വീട്ടിലെത്തി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു.